എറണാകുളത്തൊക്കെ ശക്തമായ വോട്ടിംഗ് രേഖപ്പെടുത്തുകയാണ്. അവിടെ തന്നെ തൃപ്പൂണിത്തുറ മണ്ഡലത്തിൽ അതിശക്തമായ പോളിംഗ് നടക്കുന്നു എന്നതിൻ്റെ വിവരങ്ങളുണ്ട്. സംസ്ഥാനത്ത് പൊതുവെ മിക്കയിടങ്ങളിലും ആദ്യത്തെ മണിക്കൂറുകളിലാണ് ഏറ്റവും ശക്തമായ പോളിംഗ് ഇക്കുറി നടന്നത് എന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. നമുക്കറിയാം, തലസ്ഥാനത്ത് ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള ജനങ്ങളുടെ പങ്കാളിത്തം ആദ്യ മണിക്കൂറുകളിൽ ദൃശ്യമായിരുന്നു. ഇപ്പോൾ പക്ഷേ അത് അല്പം മന്ദഗതിയിലായിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അത് ഈ സാഹചര്യം ഏതാണ്ട് ഉച്ചയൂണിൻ്റെയൊക്കെ സമയം, ചൂട് കാലാവസ്ഥ തുടങ്ങിയതൊക്കെ കണക്കിലെടുത്താൽ ഇത് സ്വാഭാവികമാണ് എന്നതാണ് പറയാനുള്ളത്. ഇനിയുള്ള മണിക്കൂറുകൾ അങ്ങോട്ട് കൂടുതൽ പേർ പോളിംഗ് ബൂത്തിലേക്ക് എത്തും എന്നത് പ്രതീക്ഷിക്കപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ മികച്ച ഒരു പോളിംഗ് ശതമാനത്തിലേക്ക് സംസ്ഥാനം നീങ്ങും എന്ന കാര്യത്തിൽ സംശയമില്ല. ശ്രീജിത്ത് നമുക്കൊപ്പം വിവരങ്ങളുമായി വീണ്ടും ചേരുകയാണ് കോട്ടയത്ത് നിന്ന്. ശ്രീജിത്ത്, ഇത്തവണ കോട്ടയത്തെ മത്സരം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് കേരള കോൺഗ്രസുകളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. അവരുടെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട് തന്നെ ഇത്തവണത്തെ ഫലം എന്ന് പറയുന്നത് വളരെ നിർണായകമാണ്. ഞാനിപ്പോൾ ശ്രീജിത്തിലേക്ക് വരാം. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ വോട്ട് രേഖപ്പെടുത്താനായി എത്തുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അദ്ദേഹം കണിച്ചുകുളങ്ങരയിലെ സ്കൂളിലാണ് വോട്ട് രേഖപ്പെടുത്തുക. അതിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളെ കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. കണിച്ചുകുളങ്ങര ഹയർ സെക്കൻഡറി സ്കൂളിലാണ് അദ്ദേഹം വോട്ട് രേഖപ്പെടുത്താനായി എത്തുന്നത്. സ്വാഭാവികമായും അതിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളെ കാണും. എന്ത് അദ്ദേഹം പറയുന്നു എന്നത് വളരെ നിർണായകമാണ്. നമുക്കറിയാം, ഈ തെരഞ്ഞെടുപ്പിലേക്കൊക്കെയുള്ള ഒരുക്കങ്ങൾ നടക്കുമ്പോൾ അദ്ദേഹം ഒരു പ്രധാന ചർച്ചാ വിഷയമായിരുന്നു. അദ്ദേഹത്തിൻ്റെ വർഗീയ പരാമർശങ്ങൾ, അതിനെ തള്ളിക്കളയാത്ത നിലപാടുകൾ ഒക്കെയും പലപ്പോഴും നമ്മൾ ചർച്ച ചെയ്തതാണ്. തുടർഭരണം എന്നത് ആവർത്തിച്ച് അദ്ദേഹം പറയുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും വോട്ട് രേഖപ്പെടുത്തിയതിന് ശേഷം അദ്ദേഹം മാധ്യമങ്ങളെ കാണും. അപ്പോൾ അദ്ദേഹം എന്ത് പറയുന്നു എന്നത് നമുക്ക് കേൾക്കാം. വോട്ട് രേഖപ്പെടുത്തുകയാണ് വെള്ളാപ്പള്ളി നടേശൻ. വോട്ട് രേഖപ്പെടുത്താനായി എത്തിയിരിക്കുകയാണ് വെള്ളാപ്പള്ളി നടേശൻ. കണിച്ചുകുളങ്ങരയിലെ സ്കൂളിലാണ്, ഹയർ സെക്കൻഡറി സ്കൂളിലാണ് അദ്ദേഹം വോട്ട് രേഖപ്പെടുത്താനായി എത്തിയിരിക്കുന്നത്. ശ്രീജിത്തിലേക്ക് പോയതിനു ശേഷം വെള്ളാപ്പള്ളി നടേശൻ മാധ്യമങ്ങളെ കാണുകയാണെങ്കിൽ അപ്പോഴേക്ക് തിരിച്ചെത്താം. ശ്രീജിത്ത് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീജിത്ത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോട്ടയത്തെ മത്സരം എന്ന് പറയുന്നത് കേരള കോൺഗ്രസുകളെ സംബന്ധിച്ച് അവരുടെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ടൊക്കെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. ഒപ്പം UDF-നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവർക്ക് ഈ ഭരണം തിരിച്ചു പിടിക്കുക എന്നത് സാധ്യമാകണമെങ്കിൽ കേരള കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രങ്ങളിൽ ഉൾപ്പെടെ മധ്യമേഖലയിലൊക്കെ വലിയ രീതിയിൽ വോട്ട് സമാഹരിക്കേണ്ടുന്ന മണ്ഡലങ്ങൾ അവരുടെ കൈപ്പിടിയിലാക്കേണ്ടുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. ആ നിലയിൽ വലിയ മത്സരം കോട്ടയത്തെ സംബന്ധിച്ച് അവിടെ ഉണ്ട് എന്ന് തന്നെ നമുക്ക് കാണാം. ആ രീതിയിൽ അതിൻ്റെ പ്രാധാന്യം ഉൾക്കൊള്ളുന്ന തരത്തിലൊക്കെയുള്ള ഒരു പ്രതികരണം വോട്ടർമാരുടെ ഭാഗത്തു നിന്നും ഉണ്ട് എന്ന് തന്നെയാണോ മനസ്സിലാകുന്നത്? സംസ്ഥാനത്തെ പൊതു ട്രെൻഡിനനുസരിച്ച് തന്നെ ഉള്ള ഒരു വോട്ടിംഗ് കോട്ടയത്തെ സംബന്ധിച്ച് ഇപ്പോൾ അവിടെ നടക്കുന്നുണ്ടോ? പല മേഖലയിൽ പല കാഴ്ചകളാണ് രേണുക. തൊട്ടു മുമ്പ് നമ്മൾ പ്രവിധാനത്തായിരുന്നു കണ്ടത്. പക്ഷെ അവിടെ ആരും വോട്ട് ചെയ്യാൻ ഉണ്ടായിരുന്നില്ല. വളരെ ചെറിയ വോട്ടർമാരുടെ എണ്ണം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ആ കാഴ്ചയിൽ നിന്ന് ഒരു അരമണിക്കൂർ പിന്നിടുമ്പോൾ നമ്മൾ എത്തുന്നത് ആളുകളുടെ വലിയ ആവേശത്തോടു കൂടി ആളുകൾ വോട്ട് ചെയ്യാനെത്തുന്ന ഒരു ബൂത്തിലെ കാഴ്ചയാണ്. ഈരാറ്റുപേട്ട ഗവൺമെൻറ് മുസ്ലിം LP സ്കൂളിലെ കാഴ്ചയാണ്. ഞാൻ ആ ദൃശ്യങ്ങളിലേക്ക് തന്നെ പോകാം. ഇത് കണ്ട് ഒരുപക്ഷെ അത്രയധികം ആളുകളുടെ തിരക്ക് ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ ആദ്യമായിട്ടായിരിക്കാം കാണുന്നുണ്ടാകുക. ഇത് ഈ ഒരു ഏതാണ്ട് ഒരു 5 ബൂത്തോളം ഈ സ്കൂളിലുണ്ട് എന്നുള്ളതാണ്. ഇതിങ്ങനെ നീണ്ടു പോവുകയാണ്. നീണ്ട് അങ്ങ് അറ്റത്ത് വരെ പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളുമൊക്കെ. ഇതിപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ പുറത്തുള്ള ക്യൂ ആണ്. ഇതിൻ്റെ ഉള്ളിൽ തന്നെ സ്ത്രീകളുടെ ക്യൂ ഉണ്ട്. അങ്ങനെ വലിയ നീണ്ട ക്യൂ തന്നെ. ഈ സ്കൂൾ നിറയെ ഏതാണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.